കൃഷ്ണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു 7 വയസ്സിൻ്റെ പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് നമുക്കൊരു ഫ്രോക്കും അതേപോലെ അതിന് പറ്റിയ ഒരു പാൻറ്റും കൂടെ നമുക്ക് തയ്ക്കാമേ. അപ്പോൾ ഞാൻ ഈ ഒരൊറ്റ തുണി തന്നെയാണ് തയ്ക്കുന്നത്, ഫ്രോക്കും പാൻറ്റും കൂടെ. അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് 2 മീറ്ററാണ്. അപ്പോൾ ഏകദേശം ഈ അളവുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം അത് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഈ മെറ്റീരിയലിൽ ഒരു ഭാഗം എടുത്തിട്ട് ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ട് ആ മടക്കി തന്നെ ഒന്നും കൂടെ മടക്കി, അങ്ങനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആ മടക്കിയെടുത്ത് നമ്മളൊന്ന് ലെവലാക്കിയിട്ട് ഞാൻ ലെങ്ത് എടുക്കുന്നത് 28 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ആ ലെങ്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്യും. 28 ഇഞ്ച് ലെങ്ത്. ഇത് 4 ഫോൾഡായിട്ടാണ് ഇട്ടേക്കുന്നത്. അവിടെ നിന്ന് ഞാൻ വണ്ണം എടുക്കുന്നത് 8.5 ഇഞ്ച് വണ്ണം എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ പാൻറ്റിൻ്റെ ക്രോച്ചിൻ്റെ ലെങ്ത് എടുക്കുന്നത് 10 ഇഞ്ച് ക്രോച്ചിൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ലൈൻസ് തമ്മിലങ്ങ് യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ക്രോച്ചിൻ്റെ ഇത് വരയ്ക്കുക, മാർക്ക് ചെയ്യുക. ക്രോച്ചിലെന്ത് വരച്ചു. പിന്നെ എന്നിട്ട് നമ്മുടെ താഴ്ഭാഗത്ത് പാൻറ്റിൻ്റെ താഴ്വശത്തെ കാലിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കുന്നത് 4.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച്. നിങ്ങളുടെ കുട്ടികളുടെ ഏതാണോ അത് കറക്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ തന്നെ യോജിപ്പിക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്യുക. ഞാൻ ഇലാസ്റ്റിക്കിനും കൂടെ കൂട്ടിയാണ് 28 ഇഞ്ച് ലെങ്ത് എടുത്തത്. അപ്പോൾ നമുക്കിതങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസിലെ ഒരു പീസ് എടുത്തിട്ട് ഒരു വശം എടുത്തിട്ട് നമ്മളതങ്ങ് 4ആയിട്ടങ്ങ് മടക്കും. ഞാൻ ഈ ഫ്രോക്കിൽ നമ്മൾ യോക്ക് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 10 ഇഞ്ച്. യോക്കിൻ്റെ ലെങ്ത് 10 ഇഞ്ച്. അത് നമ്മൾ 2 സൈഡിലും അങ്ങ് മാർക്ക് ചെയ്യുക, 10 ഇഞ്ച്. എന്നിട്ട് അത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടങ്ങ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ എടുക്കുന്ന മോളുടെ ഷോൾഡർ എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. ഷോൾഡർ 5 ഇഞ്ച്. ആം ഹോളിൻ്റെ ലെങ്തും കൊടുക്കുന്നത് 5 ഇഞ്ച്. എന്നിട്ട് അത് താഴോട്ടങ്ങ് വരയ്ക്കുക. ഇനി എന്നിട്ട് നമുക്ക് ചെസ്റ്റ് കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് ചെസ്റ്റ്, ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് എടുക്കാം. 5ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 2.5. എന്നിട്ട് നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്യും. നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചു. അപ്പോൾ ഇവിടെ വണ്ണം ഞാൻ എടുക്കുന്നത് 5.25 5.25 ഒരു 1.5 ഇഞ്ച് ഇവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് തമ്മിൽ അങ്ങ് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് മതി. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തണം. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 കൊടുക്കുന്നത്. 2.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത്. 3.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്. 3.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്തും കൊടുക്കാം. ഇവിടെയും 2.25 കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു
സ്ക്വയർ ബോക്സ് പോലെ ആക്കുക. ഇതിനകത്തിൽ നെക്ക് വരയ്ക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ ആ പീസിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ 2-3.5 ഇഞ്ചല്ലേ നെക്കിൻ്റെ ലെങ്ത്, ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇതിൽ നമ്മൾ സെൻറ്ററിലൊരു നമ്മൾ ചിലപ്പോൾ തല കയറാൻ പാടായിരിക്കും ചില കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇവിടുന്നൊരു 3.5 ഇഞ്ച് താഴോട്ട് ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. 3.5 ഇഞ്ച് മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഹുക്കോ വള്ളിയോ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ സ്കേർട്ട് കൂടെ കട്ട് ചെയ്യാം. നമ്മൾ ബാക്കി വന്ന തുണി 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കയ്യിൽ. എന്നിട്ട് ഈ 2ആയിട്ട് മടക്കിയതിനെ നമ്മളൊരു കോൺ ഷേപ്പിൽ മടക്കാം. നമ്മൾ കോൺ ഷേപ്പിൽ മടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് നമ്മുടെ യോക്കിൻ്റെ ഭാഗം എടുക്കാം. യോക്കിൻ്റെ ഭാഗം എടുത്തിട്ട് ആ യോക്കിൻ്റെ ഭാഗം നമുക്ക് കിട്ടണം. എന്നിട്ട് യോക്കിൻ്റെ ഭാഗം വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ യോക്കിൻ്റെ ഭാഗം എങ്ങനെ കിട്ടുന്നു അങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതങ്ങ് മാറ്റുക. എന്നിട്ട് നമുക്കിതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തണം. ലെങ്ത് ഞാൻ ഈ എടുക്കുന്നത് സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത് 17 ഇഞ്ച്. ഇതിനെ ഇങ്ങനെ മാറ്റി മാറ്റി ചുറ്റി 17 ഇഞ്ച് എടുക്കുക. ഇനി എന്നിട്ട് അടുത്ത മാറ്റി 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 17 ഇഞ്ച്. ഈ 17 ഇഞ്ച് എനിക്ക് ഇച്ചിരി താഴോട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 17 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ ഒരു പീസും കൂടെ വെട്ടിയെടുത്താൽ മതി. അപ്പം ഞാൻ ഇച്ചിരി സൈഡ് ഇച്ചിരി കയറി കിടക്കുന്ന രീതിയിൽ ഞാനിതൊന്ന് ഈ 15 ഇഞ്ചിൽ തന്നെ ഞാനങ്ങ് എടുക്കാം. ഇനി ഞാനത് 15 ഇഞ്ച് തന്നെ എടുക്കുന്നത്. ഒരു ഇച്ചിരി സൈഡ് കയറി ഇരിക്കുന്ന രീതിയിൽ 15, 14 ഇങ്ങനെ അങ്ങ് എടുക്കുവാണ്. ഒരു ഇച്ചിരി സൈഡ് 2 ശകലം ഒന്ന് കയറി ഇരുന്നിട്ട് നടുവശം ഇച്ചിരി ഇറങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് സ്കേർട്ട് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് കണ്ടോ. ഒരു ശകലം ഒന്ന് കയറി ഇരിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ആക്കണം. അങ്ങനെ നമ്മൾ ഇത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ സ്കേർട്ടും ടോപ്പും നമ്മൾ വെട്ടി. വെട്ടാനുള്ളത് കുറച്ച് ക്രോസ് പീസാണ്. നമുക്ക് പിന്നെ കഴുത്തിന് ക്രോസ് പീസ് വെക്കണം. അതേപോലെ ആംഹോളിൻ്റെ അവിടെ ക്രോസ് പീസ് വെക്കണം. അതേപോലെ നമ്മൾ ബാക്കിൽ ഒരു ചെറിയ ഒരു തല കയറാൻ വേണ്ടി ഒരു പോർഷൻ കട്ട് ചെയ്ത് അതിന് വെക്കണം. അതിന് ക്രോസ് പീസ് വേണ്ട, സ്ട്രൈറ്റ് പീസ് മതി. നമ്മളങ്ങനെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. സ്ലീവ് ചെയ്യുന്നില്ലേ, നമ്മൾ സ്ലീവിന് നമ്മൾ ഈ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് അടിക്കണം. അപ്പം നമ്മുടെ 2 യോക്ക് നമ്മുടെ സ്കേർട്ട്. അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് നെക്കിലും ആംഹോളിലും നമുക്ക് ക്രോസ് പീസ് വെക്കാം. അപ്പം നമ്മളത് ആദ്യം നമുക്കതിന് ഷോൾഡർ അങ്ങ് ജോയിൻ ചെയ്യാം. ഷോൾഡർ തമ്മിൽ നല്ല വശവും വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ 1/2 ഇഞ്ചിൻ്റെ സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ഷോൾഡർ തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ബാക്കിൽ നമ്മൾ ഇതുപോലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ആ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ നമുക്ക് നമ്മൾ എത്രയാണോ കട്ടിങ് കൊടുത്ത്, ഞാനൊരു 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് നമുക്കൊരു കട്ടിങ് കൊടുക്കാം. കട്ടിങ് കൊടുത്തിട്ട് ഇതിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമുക്കിതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഒരു വി ഷേപ്പിൽ മുകളിലോട്ട് കൊണ്ടുവന്ന് അടിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടാൽ മതി. നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ കട്ടിട്ട് കൊടുക്കുക. ഓരോ സൈഡിലും ഓരോ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളോരോ സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ഇങ്ങനെ ഇരിക്കും.
എന്നിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നമ്മുടെ അകംഭാഗം നമ്മൾ ഹെമ്മിങ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ പുറത്ത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് രണ്ടായിട്ടൊന്ന് മടക്കുക. ക്രോസ് പീസ് നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് 1/4 ഇഞ്ചിൽ നെക്കിൻ്റെ സൈഡിൽ കൂടെ 1/4 ഇഞ്ചിൽ നമുക്ക് അടിച്ചു പോകാം. എന്നിട്ട് റൗണ്ട് ഇപ്പുറം വരെ നമ്മൾ അടിക്കണേ. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടം വരെ. എന്നിട്ട് നമുക്കിനി ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഓരോ ഇഞ്ച് ഇടവിട്ട് ഓരോ കട്ടിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പീസിന് നമ്മളിപ്പോൾ തയ്ച്ച ക്രോസ് പീസിനെ മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ അറ്റത്തുകൂടി നമുക്കൊരു സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ആം ഹോളും സ്റ്റിച്ച് ചെയ്യും. നമ്മളങ്ങനെ ക്രോസ് പീസ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇങ്ങനൊരു നമ്മൾ ലേസും കൂടെ വെക്കുന്നുണ്ട്. നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നമ്മളിങ്ങനൊരു ലേസിൻ്റെ ഇതോടെ കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുള്ളത് കൊണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതാണ്. എന്നിട്ട് ടോപ്പിൻ്റെ യോക്കിൻ്റെ സെൻറ്റർ ഭാഗവും സ്കേർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും കൂടെ വെച്ചിട്ട് നമ്മളിങ്ങനെ 1/2 ഇഞ്ചിലൊരു സ്റ്റിച്ച് കൊടുക്കണേ. രണ്ട് സൈഡിലോട്ടും 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ബാക്കും ചെയ്യണം, ഫ്രണ്ടും ചെയ്യണേ. ഇനി എന്നിട്ട് നമുക്ക് താഴ്ഭാഗം മടക്കിയടിക്കണം. ആദ്യം ഒരു ചെറിയൊരു മടക്ക് എടുക്കുക. അതിൻ്റെ മണ്ടയിൽ ഒരു മടക്ക് കൊടുത്തിട്ട് ഫുള്ളും മടക്കിയടി. നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്യുക. കറക്റ്റിന് വെച്ചിട്ട് രണ്ട് സൈഡും ഷേപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക്. ഇനി നമുക്കിതിൻ്റെ പാൻറ്റും കൂടെ സ്റ്റിച്ച് ചെയ്യാം. പാൻറ്റിൻ്റെ നല്ല വശം ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്, നല്ല ഭാഗം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ പീസിൻ്റെ നല്ല ഭാഗവും കൂടെ വെച്ചിട്ട് ഈ ക്രോച്ച് ഏരിയ തമ്മിൽ സ്റ്റിച്ച് ചെയ്യണം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണേ. ക്രോച്ച് ഏരിയ തമ്മിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അങ്ങനെ ക്രോച്ച് ഏരിയ തമ്മിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ അടിവശം നമ്മൾ രണ്ടായിട്ട് മടക്കി അടിക്കണം. രണ്ട് പാൻറ്റും നമ്മൾ രണ്ടായിട്ട് അങ്ങ് മടക്കി അടിക്കണം. നമ്മൾ കാലിൻ്റെ അടിവശം മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ 1 ഇഞ്ചിൽ നമ്മൾ മുകളിലോട്ട് അടിച്ചിട്ട് ഇപ്പുറത്തെ കാലിൻ്റെ അടിവശം വരെ നമുക്ക് സൈഡ് അടിക്കാം. സൈഡ് അടിക്കുമ്പോൾ ഈ നടുക്കത്തെ ചോയിന് ഒരുപോലെ ആയിരിക്കണേ. നടുക്കത്തെ രണ്ട് ചോയും അങ്ങോട്ടും ഇങ്ങോട്ടും ആണോന്ന് കറക്റ്റ് നോക്കിയിട്ട് വേണം സൈഡ് അടിക്കാൻ. താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ചിനാണ് ഇലാസ്റ്റിക് വെച്ചേക്കുന്നത്. അത് ആ 1.5 ഇഞ്ച് ആദ്യം ഒരു ശകലം ഒന്ന് മടക്കിയിട്ട് പിന്നെ നമ്മൾ 1.5 ഇഞ്ചിന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഈ ഇതൊന്ന് കടത്താൻ വേണ്ടി നമ്മൾ പാവാട വള്ളി കടത്തുന്നതിന് കൂട്ട് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ബാക്കിയെല്ലാം കറക്റ്റിൽ 1 ഇഞ്ചിൽ നമുക്കൊന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്യണം. അതിന് ഞാൻ എടുത്തേക്കുന്ന ഇലാസ്റ്റിക് വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഹിപ്പിൻ്റെ റൗണ്ട് 26. 26ൽ നിന്ന് ഒരു 8 ഇഞ്ച് കുറച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് എടുക്കണം. എത്രയാണോ നിങ്ങളുടെ ഹിപ്പിൻ്റെ പാൻറ്റിൻ്റെ വള്ളി കെട്ടുന്ന ആ വണ്ണം അതിനകത്ത് നിന്ന് ഒരു 8 ഇഞ്ചോ അല്ലെങ്കിൽ 5 ഇഞ്ചോ കുറച്ചാൽ മതി. എത്രയാണോ കിട്ടുന്നത് അതങ്ങ് എടുക്കാൻ മതി. അപ്പോൾ 26ൽ നിന്ന് 8 പോയാൽ 18. അപ്പം 18 1 19 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇലാസ്റ്റിക് ഒരു പിൻ വെച്ചിട്ട് ആ ഗ്യാപ്പിലൂടെ കയറ്റുക. അങ്ങനെ നമ്മൾ പാൻറ്റും സ്റ്റിച്ച് ചെയ്യും. നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പിലൂടെ നമ്മളിനി ഇത് ഇലാസ്റ്റിക് കടത്തുക. നമ്മൾ ഇലാസ്റ്റിക് എല്ലാം കടത്തി എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ചിൽ നമ്മൾ നല്ലതായിട്ട് ഒരു 5-6 സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഗ്യാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റണം. അങ്ങനെ നമ്മൾ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും ഫുള്ള് കട്ടിങ്ങും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കും ആർക്ക് വേണമെങ്കിലും തയ്ക്കാം. നമുക്ക് കുറച്ച് പീസ് ചെയ്യേണ്ട ബാക്കിയോ അല്ലെങ്കിൽ
ചെറിയ വിലയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ വാങ്ങിയാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വീട്ടിടാനോ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനോ ഒക്കെ ആയിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ പാൻറ് അന്വേഷിച്ച് നടക്കുകയും വേണ്ട, നമുക്ക് പാൻറ്റും കൂടെ സ്റ്റിച്ച് ചെയ്യാം. 2 മീറ്റർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ചൂട് സമയത്തായാലും തണുപ്പ് സമയത്തായാലും ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല സുഖമായിരിക്കും ഇടാൻ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലൈനിങ്ങും ഇതിന് പ്രത്യേകിച്ച് വേണ്ട. അപ്പം എല്ലാവരും തയ്ച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.